ഹലോ മുത്തുമണി, നമുക്കിന്നൊരു യാത്ര പോയാലോ? യാത്രയിൽ എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അപ്പോൾ കേൾക്കാൻ താല്പര്യമുള്ള കൂടെ നിന്നോളൂ, കേൾക്കുക കേട്ടോ. മറ്റൊന്നുമല്ല, നമ്മുടെ മൈൻഡിൽ ചില സമയത്ത് നെഗറ്റീവ് ചിന്തകൾ വരും അല്ലേ? വരാറില്ലേ? വരും, ഉറപ്പായിട്ടും വരും. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളിൽ. എന്താണെന്നറിയോ? പീരീഡ്സിൻ്റെ ടൈമിൽ ചിലർക്ക്, എല്ലാവർക്കുമല്ല, ചിലർക്ക് ആ ഒരു സമയത്ത് നെഗറ്റീവ് ചിന്തകൾ നല്ല രീതിക്ക് ഉണ്ടാവും. നമ്മൾക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ടാവും അല്ലേ? അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയപ്പോഴാണ് ഈ നിമിഷത്തിലേക്ക് ഞാൻ എത്തിയത്. വളരെ എന്താ പറയേണ്ടത്, പറയാൻ പറ്റില്ല, അത്രയ്ക്കും മോശമായൊരു സിറ്റുവേഷനിലായിരിക്കുമ്പോഴാണ് ഞാനൊരു യാത്ര പോകണമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ യാത്ര നമുക്ക് ആ ഒരു സമയത്ത് ലോങ് ഡ്രൈവ് ഒന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീടിനടുത്തുള്ള തൊട്ടടുത്തുള്ളൊരു പ്ലേസ് സെലക്ട് ചെയ്യാം. തൊട്ടടുത്തുള്ള കുറച്ച് വലിയൊരു പ്ലേസ്, വലിയൊരു പറമ്പോ അല്ലെങ്കിൽ വയലോ അല്ലെങ്കിൽ പുഴയോരോ, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് എന്താണുള്ളത് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ പോകാൻ നോക്കുക കേട്ടോ. പരമാവധി മറ്റു വേദനകളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ ഒരു പ്ലേസിൽ നിങ്ങൾ പോയിരിക്കുക. നിങ്ങളുടെ വൈബിന് പറ്റിയ കൂട്ടുകാരോ കസിൻസോ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെ കൂടെ കൂട്ടാം. അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്താ, നിങ്ങളുടെ നെഗറ്റീവ് ചിന്തയിൽ നിന്നും ഒരുപാട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും കേട്ടോ. ഇത് വെറും വാക്കല്ല, അനുഭവം കൊണ്ട് പറയുകയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. നിങ്ങൾ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്ത് പോവുക, അവിടെ പോയിട്ട് ജസ്റ്റ് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അത് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, സംസാരിക്കുക. അപ്പം തന്നെ നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ പോയപ്പോഴാണ് ഈ ഒരു യാത്ര പോയത്. വീട്ടിൽ നിന്നൊരു 5-6 മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരമാണ് ഇവിടെ കേട്ടോ. മൈൻഡ് നല്ല രീതിക്ക് ഡൗൺ ആയിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇങ്ങനെ പുറപ്പെട്ടത്. എനിക്ക് ഒട്ടും വീട്ടിലിരിക്കാൻ പറ്റില്ല, എൻ്റെ മനസ്സ് ഒട്ടും എൻ്റെ കയ്യിലല്ല എന്ന് തോന്നിയ നിമിഷത്തിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. ഞാൻ അവിടെ എത്തും വരെ എൻ്റെ മൈൻഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. പക്ഷേങ്കിൽ എന്തോ പോയല്ലേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അവിടെ എത്തി കുറച്ച് സമയം അവിടെ ഇരുന്നു. പിന്നെ എനിക്കറിയില്ല ഞാൻ ഏത് ലോകത്താണ് എത്തിയതെന്ന് കേട്ടോ, പറയാൻ പറ്റില്ല. അത്രയും മാറ്റമാണ് എനിക്ക് ആ ഒരു സമയത്ത് വന്നത്. ആ ഒരു യാത്രയിൽ നിന്നും അവരോട് സംസാരിച്ചപ്പോഴും എനിക്കൊന്ന് പ്രകൃതിയുടെ എന്തോ ഒരു മായാജാലം എന്നൊക്കെ പറയാം. അവരുടെ കാറ്റും ഇളം തെന്നൽ എന്നൊക്കെ പറയാം, കാറ്റിനെ തന്നെ കേട്ടോ. പിന്നെന്താ, ചെറിയ രീതിക്ക് സൂര്യപ്രകാശങ്ങളും കാണാൻ ഒരുപാട് പച്ചപ്പുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ നടുവിലൂടെ ഒരു കനാലുണ്ട് കേട്ടോ. പൊട്ടിപ്പൊളിഞ്ഞതാണ്, പണ്ട് എപ്പോഴോ ഉള്ളതാണ്. ഇപ്പോൾ അതിനെ കൊണ്ട് യൂസൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഇതേപോലെ കുറച്ച് പേര് അവിടെ ഇരിക്കാനും അതിലൂടെ നടക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ വയലല്ലേ, ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്, ഒരുപാട് പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെറൈറ്റി ബേഡ്സിനെ അവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കാഴ്ചയും ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് നല്ല രീതിക്ക് ഓക്കെ ആവും, നല്ല രീതിക്ക്. പക്ഷേ ആ യാത്രയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ക്ഷീണം വരാൻ സാധ്യതയുണ്ട്. ആ ഒരു ക്ഷീണം മാറ്റിയേ തീരൂ, അപ്പോഴന്നെ മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ നെഗറ്റീവിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾ കൊണ്ടുപോവുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള കടയിൽ നിന്നും ഒരു കുഞ്ഞു ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചായയല്ല കുടിച്ചത്, തൊട്ടടുത്തൊരു ഷെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്തൊരു കടയുണ്ടായിരുന്നു, അവിടെ പോയിട്ട് സോഡ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. കുറച്ച് ബോയ്സ് ഇരിക്കുന്നൊരു പ്ലേസാണ്, പക്ഷേങ്കിൽ അതങ്ങനെ ബോയ്സിനെന്ന് പറഞ്ഞ് വെച്ച സ്ഥലമൊന്നുമല്ല. എന്നാലും ഗേൾസ് അവിടെ ഇരുന്നാൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന നെഗറ്റീവ് ചിന്ത കൊണ്ട് അവിടെ ഇരിക്കാത്തത്. എന്നാലും ഞങ്ങൾ ഇരുന്നു കേട്ടോ. അവിടെ ഇരുന്നു, ആ ഒരു ഡ്രിങ്ക്സും കഴിച്ചു. പിന്നെയും അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോഴേക്കും തന്നെ മൈൻഡ് ഓക്കെ ആയിട്ടുണ്ട്, നല്ല രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൈൻഡ് ഡൗൺ ആകുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എന്ന് ഞാൻ പറയില്ല, നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പ്ലേസിൽ പോയിട്ട് കുറച്ച് സമയം മാറിയിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണോ അത് എൻജോയ് ചെയ്ത് കഴിക്കുക. അത് നിങ്ങൾ കുക്ക് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് പറ്റുമെന്ന് എനിക്കറിയില്ല, ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഒക്കെ അപ്പുറം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന, നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരാളോട് ഇതൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഇങ്ങനൊരു പ്രശ്നത്തിലാണ് ഉള്ളത്, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് ആൾ നമ്മുടെ കൂടെ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. പിന്നെ ഒന്നും നോക്കണ്ട, തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അവർ മതി നമുക്ക് ആ ഒരു കുറച്ച് ദിവസം നമ്മളെ ഈ ഒരു നെഗറ്റീവ് ചിന്തയിൽ നിന്ന് രക്ഷിക്കാൻ. അവരുടെ പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വേറെ ലെവലാണ്, നമുക്ക് വേറൊരു ലോകത്തേക്ക് എത്താൻ പറ്റും കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ എല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരാൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല. വളരെ ചുരുക്കം പേർക്കേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ.
പിന്നെ എല്ലാവരും എല്ലാ സമയത്തും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ചില സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഓക്കെ സപ്പോർട്ട് ചെയ്യും, വീണ്ടും നെക്സ്റ്റ് മന്ത് അത് പറയുമ്പോൾ നിനക്ക് ഇതൊക്കെ എന്നെയല്ലേ പണി എന്ന് പറയുന്നവരുമുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പുറമേ എവിടെയെങ്കിലും പോകാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കുക, ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അത് ചെയ്യുക. വേദനയും മറ്റ് ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലെങ്കിൽ മൈൻഡ് നെഗറ്റീവ് ചിന്തകളിലൂടെ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താണോ അത് ചെയ്യുക. അത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ മൈൻഡിൽ അപ്പം എന്ത് ചെയ്യണമെന്നാണോ തോന്നുന്നത് അത് ചെയ്യുക. ഓക്കെ. ചിലർക്ക് പാട്ട് കേൾക്കാൻ ഇഷ്ടമാവും, ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമാവും, അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവും. അത് ചെയ്തെടുക്കുക കേട്ടോ.